ഹലോ, അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യുന്നത് മീഷോയിൽ നിന്ന് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഒരു സെൽഫി സ്റ്റിക്ക് ട്രൈപ്പോഡായിട്ട് യൂസ് ചെയ്യുക. ചെറിയ ഒരു ട്രൈപ്പോഡ് എന്നും പറയാം, കാരണം സെൽഫി സ്റ്റിക്കിൻ്റെ ആ ഒരു വലുപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ പാക്കിംഗ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, സേഫായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷെ എന്തോ ഇത് ലൈറ്റ് കത്തുന്നതാണെന്നായിരുന്നു അതിൽ കാണിച്ചിരുന്നത്. എൻ്റെ കയ്യിൽ ലൈറ്റൊക്കെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്, പക്ഷേ ലൈറ്റ് കത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യണില്ല. കാരണം ഇതിന് 170 രൂപയേ ഉള്ളൂ. 187 അങ്ങോട്ടാണ് കാണിച്ചത്. ഞാൻ ജിപേ ആയതുകൊണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പൈസ കുറഞ്ഞിട്ടുള്ളൂ. ശരിക്കും ഇത് റിട്ടേൺ ചെയ്യേണ്ടതാണ്, കാരണം ഇത് ലൈറ്റ് കത്തുന്നില്ല. ഇനിയിപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണോ കത്താത്തതെന്ന് അറിയില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ കണക്ടറൊന്നും ഇല്ല. അത് റിവ്യൂ നോക്കിയ സമയത്തും കണക്ടറൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ കണക്ട് ചെയ്യാനുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് ചാർജിൽ കുത്തി വയ്ക്കാം. അപ്പോൾ ഇവിടെ അതിന് പാകമുള്ള ചാർജറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ബ്ലൂടൂത്തൊക്കെ ജസ്റ്റ് കണക്റ്റ് ആവുന്നൊക്കെ ഉണ്ട്, കണ്ടല്ലോ. ഇതാണ് ലൈറ്റ് വരുന്നത്, പക്ഷേ അത് കത്തുന്നൊന്നുമില്ല. എൻ്റെ പിന്നിൽ ആ ലൈറ്റിൻ്റെ പിന്നിലൊരു ബട്ടൺ ഉണ്ട്. ഞാൻ കാറ്റലോഗൊക്കെ ഒന്ന് നോക്കി, പക്ഷെ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. ബ്ലൂടൂത്തൊക്കെ കണക്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ട് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല. സംഗതി ഇത് അഫോർഡബിൾ ആണോ എന്ന് വെച്ചാൽ അഫോർഡബിൾ ആണോ ഒന്നുമില്ല. ശരിക്കും ഒരു സെൽഫി സ്റ്റിക്കിനും അതുപോലെ തന്നെ 300-400 കൊടുക്കണ്ടേ. നമുക്ക് ചെറിയ ഉപയോഗങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ഒന്ന് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഇതിങ്ങനെയാണ് വരുന്നത്. നമ്മൾ കുടയുടെ ഒക്കെ പോലെ തന്നെ ഇങ്ങനെ നിർത്തി വെച്ച് കൊടുത്താൽ അതങ്ങനെ വരും. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് താഴും ചെയ്യും കേട്ടോ, നമ്മൾ ഫോണിൻ്റെ വെയിറ്റൊക്കെ കാരണം. ഉണ്ടല്ലോ, ഇത്രയാണ് ഇതിന് വലിപ്പം. ഇത് സെൽഫി സ്റ്റിക്കായിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇനി അത് നമുക്ക് ആ അടിയിലെ ഭാഗം 3 വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഏത് ദിശയിലൊക്കെ ആയാലും ഫോൺ വയ്ക്കാം. ഈ ഒരു വലുപ്പമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീഷോയിൽ ഇത് അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ കൊടുക്കാം. അതുപോലെ ഞാൻ മുന്നേ ഇതേപോലൊരു സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ, ഈ ഒരു ക്ലിപ്പ് എവിടെയെങ്കിലും ക്ലിപ്പ് ചെയ്തിട്ട് വെക്കാം. അടിയിൽ ആ ഇരുമ്പിൻ്റെ ടൈപ്പ് ഒരു ക്ലിപ്പ് ഉണ്ട്. എൻ്റെ ഫോണ് ഈ ഒരു ഭാഗം വെച്ചിട്ട് അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു കമ്പിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് പിന്നെ വലിച്ചു നീട്ടാം, ഏത് രീതിയിലും ചുരുട്ടാം ഒക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു, ഇതിനും ഒരു 170 രൂപയേ ഉള്ളൂ. അപ്പോൾ മീഷോന്ന് വാങ്ങുന്ന ചില പ്രൊഡക്റ്റുകളൊക്കെ നല്ലതാണ് കേട്ടോ. എൻ്റെതിപ്പോൾ ലൈറ്റ് കത്തുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷേ എനിക്കിഷ്ടമായി. ഇത്രയേ ഉള്ളൂ വീഡിയോ. ലവ് യു ഓൾ, ബൈ.